മധൂത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെങ്കിൽ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ മധൂത്ത് അങ്ങോട്ട് തീർന്നും പോയി. പിന്നെയാണെങ്കിൽ വല്ലാത്തൊരു വിഷമം. അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുത്തിട്ട് ഒരു 10-12 ഐറ്റംസുകൾ ഇവിടുന്ന് കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ആദ്യം തന്നെ കഴിച്ചു നോക്കിയത് ഈ ഒരു ബീഫ് റിബ്സും പിന്നെ ബോറ റൈസും ആണ്. ബീഫ് റിബ്സിലേക്ക് ആ ഒരു മയോണൈസ് അങ്ങോട്ട് ഒഴിച്ചിട്ടില്ലേ, അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ഞിയില്ലേ, പഞ്ഞി പോലെ ഉണ്ട് ആ ഒരു ബീഫ്. അതങ്ങനെ റൈസിന്റെ കൂടെ കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ കഴിച്ചു നോക്കണം മോനെ. വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ്. മധൂത്ത് കിട്ടാത്ത വിഷമം പിന്നെ കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നോർമലും പെരിയും കാന്താരിയും പിന്നെ 2 ടൈപ്പ് ഷവായും വരുന്ന ഒരു അറബിക് പ്ലാറ്റർ അങ്ങോട്ട് പറഞ്ഞ് ഇത് കഴിച്ചു തീർക്കാൻ ഞാൻ പെട്ട പാടില്ലേ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തിന്. പിന്നെ ആ ഒരു പെരി കഴിച്ചിട്ടാണെങ്കിൽ നല്ല എരിവുണ്ട്. അതുകൊണ്ട് തന്നെ മധുരത്തിനായിട്ട് ഒരു ഫലൂദി അങ്ങോട്ട് പറഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓറ് കാണാൻ പറയുന്നത് ഇവിടെ ചോക്ലേറ്റും പിസ്തയും ബട്ടർസ്കോച്ചും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സെല്ലാം ഇട്ടിട്ടുള്ള വേറൊരു ഐറ്റം കൂടി ഉണ്ട്, അതും കൂടെ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതും കൂടി ഒന്ന് കഴിച്ചു നോക്കിയേ. മധുരം കുറേ കഴിച്ചിട്ട് തലക്ക് പിടിക്കുന്ന പോലെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ബീഫ് ചിന്താമണിയും കൂടി കഴിച്ചു നോക്കി. സംഭവം അതൊരു സ്റ്റാർട്ടർ പോലെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പെറുക്കി തിന്നാൻ കേട്ടാ. അടിപൊളി ഒരു ഫ്ലേവർ ആയിരുന്നു. മീനിന്റെ ഐറ്റംസുകളൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവിടെ പിന്നെ ലൈവ് ഫിഷെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു അമൂറ് പൊള്ളിച്ചതും കൂടി അങ്ങോട്ട് പറഞ്ഞ് അത് ആ ഒരു പൊറോട്ടേന്റെ ഉള്ളിൽ വെച്ചിട്ട് മയോണൈസിലെല്ലാം ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചത്. അത് പിന്നെ ഒന്നും പറയാനില്ല കേട്ടാ. ആ ഒരു അമൂറ് തീർന്നിട്ടും കൂടെ വന്നിട്ടുള്ള ആ ഒരു നൂൽ പൊറോട്ട തീർന്നിട്ടില്ലേനും പിന്നെ നൂൽ പൊറോട്ട തീർക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ചക്കുരുമുളക് ചിക്കനും ഉണ്ടേനു, അതും കൂടി അങ്ങോട്ട് പറഞ്ഞ് അതും ആ ഒരു പൊറോട്ടേന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കഴിച്ചു നോക്കിയത്. പച്ചക്കുരുമുളകിന്റെ ആ ഒരു ഫ്ലേവർ ഇല്ലേ, അതെങ്ങോട്ടല്ല പോയെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊന്നും അങ്ങോട്ട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെനില ഐസ്ക്രീം വിത്ത് ബ്രൗണി അങ്ങോട്ട് കഴിച്ചു നോക്കിയാ. അതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഈ ഒരു റുമാലി ഷവർമ റോളും ഉണ്ടേനു, അതും മെല്ലെ അങ്ങോട്ട് കഴിച്ച്. പിന്നെ കാണാ അപ്പുറത്തിരിക്കുന്ന ആളെല്ലാം മന്തിയെല്ലാം വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു ഷവായ മന്തിയും കൂടെ പറഞ്ഞ് മന്തി റൈസ് പിന്നെ എൻ്റെ ഒരു ഫ്ലേവറിന് എവറേജ് ചെയ്യനും കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും ആ ഒരു ഷവായും പെരിയും ഉണ്ട്, അതേപോലെ കാന്താരി ഷവായും അറബിക് റൈസും വരുന്ന വേറൊരു കോംബോ ഉണ്ടേനു. അതുകൊണ്ട് തന്നെ അതൊരെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ട് അതും കൂടെ കഴിച്ചു നോക്കിയേ. അവസാനം പിന്നെ നല്ലൊരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് അതേപോലെ തന്നെ ഒരു പാഷൻ ഫ്രൂട്ട് മൊയ്റ്റവും അതേപോലെ തന്നെ ബ്ലൂബെറി മൊയ്റ്റവും കൂടെ കുടിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയേ. അപ്പോഴേക്കും ഏകദേശം ഒന്ന് തീരുമാനമായിന് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കഴിച്ച ഒരുവിധ എല്ലാ ഐറ്റംസുകളും തന്നെ നല്ലതേനും. വെറുതെ പറയുന്നില്ല, നിങ്ങൾ വേണമെന്ന് പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. എന്തായാലും ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല, നമ്മളെ കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ പൂക്കോടുള്ള ഈ ഒരു പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഷവായ ക്ലബ്ബാണ്. ഞാൻ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയരാന്നോറ് പറയുന്നത്. 3 കിലോമീറ്റർ റേഡിയസിൽ ഫ്രീ ഡെലിവറി ഉണ്ട് പോലും. എന്നാ പിന്നെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ട് മെല്ലെ അവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയേനു. എന്തായാലും കോൺടാക്ട് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടാ.